നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളിൽ രോഗബാധയില്ലാത്തവരെ തിരിച്ചെത്തിക്കണമെന്നുള്ള ആവശ്യം കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ആവർത്തിച്ച് അവതരിപ്പിച്ചതാണ്. വിദേശത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായി കൺട്രോൾ റൂം തുറന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്ന വിഷയത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി മോദിയും രംഗത്തെത്തി. നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് പ്രവാസികളുടെ കുടുംബത്തെ അപകടത്തിലാക്കിക്കൊണ്ടാകരുതെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. ധൃതി പിടിച്ചുള്ള നടപടി പ്രവാസികൾക്ക് തന്നെ വിനയാകും. ഇപ്പോൾ തിരിച്ചെത്തിക്കേണ്ടെന്ന നിലപാടിന് കാരണം ഇതാണെന്നും മോദി വിശദീകരിച്ചു. ഇളവുകൾ കരുതലോടെ മാത്രമേ അനുവദിക്കാവൂ. ദീർഘകാലത്തേക്ക് കോവിഡ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമെന്നും തീവ്രബാധിത പ്രദേശങ്ങളിൽ കർശന ലോക്ക്ഡൌൺ തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കോവിഡ് ബാധിതരില്ലാത്ത ജില്ലകളിൽ ഇളവുകൾ വന്നേക്കുമെന്നും മോദി സൂചിപ്പിച്ചു. രണ്ടാം ഘട്ട ലോക്ക്ഡൌണിന് ശേഷമുള്ള ഭാവി നടപടികൾ തീരുമാനിക്കാൻ മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മുഖാവരണവും മാസ്കുകളും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായി മാറണം. കോവിഡ് പോരാട്ടത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒത്തൊരുമിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി കൊറോണ വൈറസിനെ നേരിടുന്നതിൽ ലോക്ക്ഡൌൺ നിർണായകമാണെന്നും ചൂണ്ടിക്കാട്ടി. കോവിഡ് മഹാമാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശേഷം മുഖ്യമന്ത്രിമാരുമായി മോദി നടത്തുന്ന മൂന്നാമത്തെ യോഗമായിരുന്നു ഇന്ന് നടന്നത്. ലോക്ക്ഡൌൺ നീട്ടണമെന്ന് മേഘാലയയും ഒഡീഷയും ആവശ്യപ്പെട്ടു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെ ഭൂരിഭാഗം മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഗുജറാത്ത്, ബീഹാർ, ഒഡീഷ തുടങ്ങിയ 9 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്കായിരുന്നു ഇന്ന് യോഗത്തിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ഹോട്ട്സ്പോട്ടുകൾക്ക് പുറത്തുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ഇളവുകൾ വേണമെന്നായിരുന്നു മിക്ക സംസ്ഥാനങ്ങളുടെ ആവശ്യം. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കണം, അതിഥി തൊഴിലാളികളെ സ്വന്തം നാടുകളിലേക്ക് മടക്കി അയക്കാൻ സംവിധാനങ്ങൾ ഒരുക്കണം തുടങ്ങിയ ആവശ്യങ്ങളും സംസ്ഥാനങ്ങൾ ഉന്നയിച്ചു. അതേസമയം പ്രവാസികളെ തിരികെ എത്തിക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. പ്രത്യേക വിമാനത്തിലായിരിക്കും വിദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുകയെന്നാണ് ലഭിക്കുന്ന വിവരം. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരുടെ കണക്കെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരെയും വീടിന്റെ തൊട്ടടുത്തുള്ള വിമാനത്താവളത്തിലായിരിക്കും എത്തിക്കുക. നിരീക്ഷണത്തിന് ശേഷമായിരിക്കും ഇവരെ വീടുകളിലേക്ക് പോകാൻ അനുവദിക്കുക. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം പ്രവാസികളിൽ രോഗബാധയില്ലാത്തവരെ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ കേരളം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. വിദേശത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായി നോർക്ക വഴിയുള്ള രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് എത്താനായി പ്രവാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 12 മണിക്കൂറിനുള്ളിൽ തന്നെ 1.5 ലക്ഷം പ്രവാസികളാണ് നോർക്കയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും നോർക്കയുടെ വെബ്സൈറ്റിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 160 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഇതിനോടകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. UAE-യിൽ നിന്നാണ് കൂടുതൽ രജിസ്ട്രേഷനുകളും വന്നിരിക്കുന്നത്. കുറവ് അമേരിക്കയിൽ നിന്നും. രജിസ്ട്രേഷൻ കണക്കുകൾ കേരളം കേന്ദ്രത്തിന് കൈമാറും. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്കാണ് മടങ്ങാൻ അവസരം ലഭിക്കുക. രജിസ്ട്രേഷൻ തുടങ്ങിയെങ്കിലും പ്രത്യേക വിമാന സർവീസ് അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.